ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കമ്പനീസിലാണെങ്കിൽ HR ഒന്നും ഇല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ നമ്മൾ തന്നെ എന്ന് വെച്ചാൽ എംപ്ലോയി തന്നെയാണ് ഇതൊക്കെ ടേക്ക് കെയർ ചെയ്ത് എടുക്കേണ്ടത്. HR ഉള്ള കമ്പനീസിലാണെങ്കിൽ വലിയ എന്ന് വെച്ചാൽ കുറേ ജോലിക്കാരൊക്കെ ഉള്ള കമ്പനീസിലാണെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇത് നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരും. ഈവൻ ട്രബിൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഈ ചെറിയ കമ്പനീസിലുള്ള ആൾക്കാർക്കാണ് ഒന്നിനെക്കുറിച്ച് അറിയാത്തത്. വലിയ കമ്പനീസിലുള്ള ആൾക്കാർക്ക് HR തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് മെയിൻ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അടുത്തത്, ഇതിൽ കുറച്ച് ക്യാച്ചസ് ഉണ്ട്. ക്യാച്ചസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ 1 കൊല്ലെങ്കിലും ആയിരിക്കണം. നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് 1 കൊല്ലെങ്കിലും ആയിരിക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്ന പൈസ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടാവണം. കുറച്ച് പൈസയായിട്ടല്ല, ഫുള്ളായിട്ട് ഈ പ്രീമിയം എമൗണ്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇത് ക്ലെയിം ചെയ്യാൻ നമ്മുടെ ജോലി പോയതിൻ്റെ റീസൺ അത് വ്യക്തമായിട്ട് കാണിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ടെർമിനേഷൻ ലെറ്ററിലും കാണിക്കണം അത്, പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴും ഇത് കാണിക്കണം. പിന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് കാരണമാണ് നമ്മൾ ജോലി പോയെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ടെർമിനേഷൻ കിട്ടി നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ലെയിം കിട്ടുള്ളൂ. പിന്നെ അബ്സ്കോണ്ട് ആവാൻ പാടില്ല എന്ന് വെച്ചാൽ കമ്പനി നമ്മളെ അബ്സ്കോണ്ട് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ. പിന്നെ ഇതിൽ കുറേ ക്യാച്ചസ് ഉണ്ട്. നാച്ചുറൽ കലാമിറ്റി അങ്ങനെ വന്നിട്ട് കമ്പനി ഇടിഞ്ഞു പൊളിഞ്ഞു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് ബിൽഡിംഗ് ഒക്കെ നശിച്ചു പോയില്ലേ, അങ്ങനത്തെ ഒന്നും ഇത് കവറപ്പ് ചെയ്യില്ല. ഇത് ഓൺലി ഫോക്കസിങ് ടെർമിനേഷൻ ആവുക വിത്തൗട്ട് എംപ്ലോയിയുടെ കുറ്റം കൊണ്ടല്ല ടെർമിനേറ്റ് ആവണത്. അങ്ങനത്തെ ഒരു റീസണിൽ മാത്രമാണ് നമുക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കമ്പനി തരും. അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിൽ റീസൺ കാണിക്കും. നിങ്ങൾ സൈൻ ചെയ്തതിന് മുന്നേ റീസൺ ഫോർ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ്റെ അവിടെ വരേണ്ടത് എംപ്ലോയർ ടെർമിനേറ്റ്സ് ദ കോൺട്രാക്റ്റ്, ആ ഒരു വേർഡാണ് വേണ്ടത്. അല്ലാണ്ട് റെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി എന്നുള്ളത് പറ്റൂല. ചിലപ്പോൾ നിങ്ങൾക്ക് ടെർമിനേഷൻ തരും ചില കമ്പനി, എന്നിട്ട് ഈ ക്യാൻസലേഷൻ പേപ്പറിൽ പറയുക റെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി എന്ന് പറയുക. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നോക്കുക, എംപ്ലോയർ ടെർമിനേറ്റ്സ് ദ കോൺട്രാക്റ്റ്, അതിൽ മാത്രം സൈൻ ചെയ്ത് കൊടുക്കുക. ഇത് സൈൻ ചെയ്ത് ആ ക്യാൻസലേഷൻ പേപ്പർ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ടെർമിനേഷൻ ലെറ്ററും ഈ ക്യാൻസലേഷൻ പേപ്പറും വെച്ച് നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ട് ഇവർക്ക്, ILO എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കൂടെ നമുക്ക് മൈ ക്ലെയിംസ് എന്ന് പറഞ്ഞ ഏരിയയിൽ പോയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം, പിന്നെ നമ്മൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. പിന്നെ അവർ ഇൻ കേസ് ചില സമയത്ത് അവർ എമിറേറ്റ്സ് ID ചോദിക്കും. നമ്മളൊന്ന് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ, ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ കോൾ, നമുക്ക് നമ്മുടെ മൊബൈലിൽ അവർ മെസ്സേജ് അയക്കും. നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവരോട് വിളിച്ച് ചോദിക്കാം. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇവർ അത്ര ഫ്രണ്ട്ലി അല്ല, കസ്റ്റമർ കെയർ സർവീസ് അത്ര ഫ്രണ്ട്ലി അല്ലാത്ത പോലെ തോന്നി. ലൈക്ക് ദേ വർ ലിറ്റിൽ ബിറ്റ് റൂഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചാലും ഇവരൊന്നും വിട്ടു പറയില്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നി ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കിതിൽ പ്രശ്നം വരിക എത്ര പൈസ കിട്ടും എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്കിപ്പോൾ ഇത് പറയുകയാണെന്ന് വെച്ചാൽ, നമുക്ക് സാലറി ഒരു 8,000 ആണെന്ന് വിചാരിക്കുക. 8,000 ദിർഹമാണ് നമ്മുടെ ശമ്പളം. ചിലപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ചിലപ്പോൾ 2,000 ദിർഹമായിരിക്കും ബേസിക് സാലറി.
പിന്നെ 1000 ദർഹം കാണിച്ചിട്ട് ഇവർ കോൺട്രാക്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ മാനേജർ പൊസിഷനിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ കോൺട്രാക്റ്റിൽ ഏത് പൈസ ആണോ ബേസിക് സാലറി എഴുതിയിരിക്കുന്നത് ആ ബേസിക് സാലറിയുടെ 60% നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 2000 ദർഹംസാണ് നമ്മളെ ഇതിൽ ലേബർ കോൺട്രാക്റ്റിൽ ബേസിക് സാലറിയിൽ ഉള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ 60% നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ. ഇപ്പോൾ നമുക്ക് 8000 കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ബേസിക് സാലറി അപ്പോൾ ശരിക്കും വേണ്ടത് എത്ര? നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സാലറീൻ്റെ 60% ആണ്. പക്ഷേ ഈ ലേബർ കോൺട്രാക്റ്റിൽ കമ്പനിയുടെ ഇളവ് നോക്കിയിട്ട് എപ്പോഴും ലേബർ കോൺട്രാക്റ്റിൽ ചെറിയ ശമ്പളമായിരിക്കും. ഇപ്പോൾ 10000 വാങ്ങണ ആൾക്കാർക്ക് ചിലപ്പോൾ 1000 ദർഹമായിരിക്കും ബേസിക് സാലറി വെച്ചിട്ടുണ്ടാവുക. ഇൻ കേസ് അവർക്ക് ഇങ്ങനത്തെ അവരുടെ കാരണത്തല്ല ടെർമിനേഷൻ കിട്ടുവാണെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ 1000 ദർഹമായിരിക്കും. മനസ്സിലായി? അതാണ് ഏറ്റവും ക്യാച്ചുള്ളൊരു പോയിന്റ്. അപ്പോൾ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ബേസിക് സാലറി നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു കമ്പനീസും അങ്ങനെ സമ്മതിക്കില്ല മാറ്റാനും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ബേസിക് സാലറി എത്രയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് എനിക്കറിയാവുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ID ഇൻസ്റ്റാഗ്രാം ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.